പൊളിറ്റിക്കൽ ഫോറത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ ഹക്കീം കുന്നലാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റിയിലേക്കുള്ള ക്ഷണിതാവുമായിട്ടുള്ള അദ്ദേഹം ജില്ലയിലെ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന യുവ നേതാക്കളിൽ മുൻനിരയിലുള്ള ആളാണ്. ഹക്കീം കുന്നലിലേക്ക് പൊളിറ്റിക്കൽ ഫോറത്തിലേക്ക് സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ യുവജന സംഘടനകൾ വെച്ച് വളരെയധികം സ്വാധീനമുള്ളതും വളരെയധികം ജനങ്ങളെ പ്രതിദാനം ചെയ്യുന്നതുമായിട്ടുള്ള യൂത്ത് കോൺഗ്രസ്, അതിന്റെ ജില്ലാ അധ്യക്ഷ പദവിയിലിരിക്കുന്ന താങ്കൾ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത്? ആരുടെ സ്വാധീനത്തിലാണ്? പാരമ്പര്യമായിട്ടാണോ? അത് എങ്ങനെയാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ എത്തിപ്പെടുന്നത്? ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ 5ാം ക്ലാസ്സിൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് KSUവിന്റെ പഠിപ്പ് മുടക്ക് സമരത്തിൽ പങ്കെടുത്തതിന്റെ പുറത്ത് ഇന്നത്തെ വിദ്യാലയങ്ങളിൽ ഒന്നും നടപ്പിലില്ലാത്ത രീതിയിലുള്ള ഒരു ശിക്ഷ നടപടിക്ക് വിധേയനായ ഒരാളാണ്. പഠിപ്പ് മുടക്ക് സമരത്തിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിൽ 10 മണി മുതൽ 12 മണി വരെ വെയിലത്ത് നിർത്തി എന്നെ ആദ്യം വളരെ ചെറിയ മനസ്സിലുണ്ടായ സമയത്ത് തന്നെ എന്നെ അധ്യാപകൻ ശിക്ഷിച്ചത് അവിടെ നിന്ന് ഒരു പ്രചോദനം ഉണ്ടായ ഒരു സംഭവമാണ്. ഇനി പുറകോട്ട് പോകാൻ സാധിക്കില്ല എന്ന ഒരു ഇതുമായി ബന്ധപ്പെട്ട് നീങ്ങുകയും പിന്നീട് സജിത് ലാൽ കണ്ണൂർ ജില്ലയിലെ KSUവിന്റെ നേതൃരംഗത്ത് സംസ്ഥാന തലത്തിൽ വിദ്യാർത്ഥി സമരങ്ങളിൽ വളരെ ആകർഷകരമായ രീതിയിൽ സമരപരിപാടികളും അവരുടെ വിചാരങ്ങളുമായി മുമ്പോട്ട് പോകുന്ന നേതാവിനെ ഒരു ദിവസം വളരെ ദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം എന്റെ മനസ്സിൽ വളരെയധികം മുറിവേറ്റ ഒരു സംഭവമാണ്. അന്ന് സംസ്ഥാനത്ത് അതിന്റെ അനുകൂലികളുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ വികാരങ്ങളിൽ കുറെ കൂടി ആകർഷണമായിട്ടാണ് ഈ രംഗത്ത് വളരെ സജീവമായി മുമ്പോട്ട് വന്നത്. താങ്കൾ KSUവിൽ തുടങ്ങി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ അങ്ങനെ പടിപടിയായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന നേതാവാണ്. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലയിലെ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അങ്ങനെ KSUവിൽ വന്ന് അങ്ങനെയാണോ, അതോ നേരിട്ട് തന്നെ ജില്ലാ കമ്മിറ്റികൾക്ക് നോമിനേറ്റ് ചെയ്ത ആൾക്കാരുണ്ടോ? അത് ഞങ്ങളുടെ സംഘടനയെ കുറിച്ച് ഞങ്ങളുടെ എതിർ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ കഴിഞ്ഞ കുറെ കാലങ്ങൾ ഉണ്ടായിരുന്നതാണ്. കോൺഗ്രസിന്റെ അകത്തോ കോൺഗ്രസിന്റെ കീഴിലുള്ള 19 പോഷക സംഘടന, അതിന്റെ 19 പോഷക സംഘടനകൾ കേരളത്തിലെ KPCCയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചു. ഈ 19 പോഷക സംഘടനകളിലും കോൺഗ്രസിലും നേതൃരംഗത്തേക്ക് വരണമെങ്കിൽ അടിസ്ഥാനപരമായി പാർട്ടി പ്രവർത്തനം ബൂത്ത് തലം മുതൽ തുടങ്ങിയവരല്ല എന്നൊരു ആക്ഷേപം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഉണ്ട്. പക്ഷെ ഒരു 90% ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ സജീവമായി യൂണിറ്റ് തലങ്ങളിൽ നിന്നും ബൂത്ത് തലങ്ങളിൽ നിന്നും, അതല്ലെങ്കിൽ KSU രംഗത്തുള്ളവരാണെങ്കിൽ കോളേജ് ലെവലിൽ നിന്നും തുടങ്ങി യൂത്ത് കോൺഗ്രസിന്റെയും നേതൃരംഗത്ത് വന്ന ആളുകളാണ്. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ AK ആന്റണി മുതൽ ഏറ്റവും അവസാനം APC പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തരത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ നേതൃരംഗത്തേക്ക് കടന്നു വന്ന ആളുകളാണ്. നമുക്കറിയാം, ജില്ലയിൽ നിന്നല്ല സംസ്ഥാനത്ത് തന്നെ വളരെയധികം സ്വാധീനമുള്ള മറ്റൊരു യുവജന പ്രസ്ഥാനമാണല്ലോ DYFI. DYFIയും യൂത്ത് കോൺഗ്രസും എങ്ങനെയാണ് അടിസ്ഥാനപരമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? DYFIയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് യൂത്ത് കോൺഗ്രസ്? DYFIയിൽ നിന്ന് ഏറ്റവും വലിയ വ്യത്യാസമാണ് ഞങ്ങളുടെ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള ഒരു സംവിധാനം ഞങ്ങളുടെ പാർട്ടിക്കകത്ത്, ഞങ്ങളുടെ സംഘടനക്കകത്താണ്. CPMന്റെ അകത്തോ അതല്ലെങ്കിൽ DYFI പോലുള്ള സംഘടനകളിൽ അവരുടെ ഫ്രാക്ഷൻ കമ്മിറ്റി ചേർന്ന് അഭിപ്രായം സ്വരൂപിച്ചതിന് ശേഷം ഒന്നാംകട നേതാക്കന്മാർ എന്താണോ DYFI SFI നേതാക്കന്മാർക്ക് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അവരുടെ ഒരു മെഗാഫോണായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ലാത്ത DYFI കമ്മിറ്റിയിൽ നിന്നും അതിന്റെ നേതാക്കൾക്ക് അഭിപ്രായം പറയാൻ അവസരമില്ലെന്നാണോ താങ്കൾ നിരീക്ഷിച്ചത്? അങ്ങനെയല്ല. കഴിഞ്ഞ കുറെ കാലത്തെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ജില്ലക്കകത്തല്ല സംസ്ഥാന തലത്തിലാണെങ്കിൽ പോലും CPM നേതാക്കന്മാരുടെ താല്പര്യത്തിനനുസരിച്ച് മറുപടി പറയുന്ന അല്ലെങ്കിൽ ആ നിലപാടിനോട് യോജിപ്പുള്ള തരത്തിലല്ലാതെ മറ്റൊരു സ്വരത്തിൽ അഭിപ്രായം പറഞ്ഞതായിട്ട് നമ്മൾ എവിടെയും കാണുന്നില്ല. ഏറ്റവും അവസാനം ഇന്നലെ നടന്ന CMS കോളേജിലെ അക്രമം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അതിന്റെ ഒരു മെഗാഫോണായി വർത്തമാനം പറയുന്നതല്ലാതെ സ്വതന്ത്രമായ ഒരു അഭിപ്രായം ഇന്ന് വരെ പറഞ്ഞു കേട്ടതായി വളരെ അപൂർവം ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ കാടടച്ചു വെടി വെക്കുന്ന ഒരു സമീപനം ശരിയാണ്. യൂത്ത് കോൺഗ്രസ് എങ്ങനെയാണ് ഇങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മറ്റു തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടനം നടത്താൻ സ്വാതന്ത്ര്യമുണ്ടോ? തീർച്ചയായിട്ടും അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും അവസാനം നടന്നത് കോൺഗ്രസിന്റെ അകത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ അകത്ത് 35 വയസ്സ് കഴിഞ്ഞ് ഒരു ദിവസം പോലെ കടന്ന ഒരാളെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുവാൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സംഘടനാ സംവിധാനം അനുവദിക്കുന്നില്ല. അപ്പൊ സംഘടനാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ അകത്ത് നടത്തിയപ്പോൾ വളരെ പരസ്യമായി, ഒരു പരിധിവരെ ശരിയല്ല എന്നൊരു അഭിപ്രായം ഉണ്ടാകാം, വളരെ പരസ്യമായി തന്നെ പറഞ്ഞത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി പരിഗണിക്കണം എന്ന ഒരു ആവശ്യം നിശ്ചയം മുമ്പോട്ട് വെച്ചതാണ്. DYFIക്കകത്ത് 40 വയസ്സും നമ്മുടെ ജില്ലക്കകത്തുള്ള, ഞാൻ ആരെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മുടെ ജില്ലക്കകത്തുള്ള DYFI നേതാക്കന്മാർക്ക് 45-46 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്.
നേരെ മറിച്ച് ഞങ്ങൾക്ക് 35 വയസ്സ് കഴിഞ്ഞവരെ അതിന്റെ കോൺഗ്രസിന്റെ മാതൃസംഘടനയായ കോൺഗ്രസിലേക്ക് ഉൾപ്പെടുത്തുന്ന പരസ്യമായിട്ട് അഭിപ്രായം പറയുന്നത് യാതൊരു ഒരു ബുദ്ധിമുട്ടും സംഘടനാ രംഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ ഭരണരംഗത്തായാലും ഇന്നല്ല, കഴിഞ്ഞ 1957 കേരള രൂപീകൃത കാലഘട്ടം തൊട്ടും നിരവധി അഭിപ്രായങ്ങൾ കോൺഗ്രസിനെതിരായിട്ട് കേസും യൂത്ത് കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസ് രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കിയതായിട്ടും കഴിഞ്ഞ കാല സംഭവങ്ങൾ വെച്ച് വെച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം ഇപ്പോൾ DYFI പോലെ തന്നെ മറ്റ് സംഘടനകൾ, ഇപ്പോൾ യൂത്ത് ലീഗ്, അതുപോലെ നാഷണൽ യൂത്ത് ലീഗ് ഒക്കെ ഇത്തരം സംഘടനകൾ മുസ്ലിം ചെറുപ്പക്കാരുടെ ഇടയിൽ വ്യാപകമായ സ്വാധീനമുള്ളതാണല്ലോ. അപ്പോൾ എത്ര കണ്ട് അതിന് സ്വാധീനമുണ്ട് മുസ്ലിം ചെറുപ്പക്കാരുടെ ഇടയിൽ യൂത്ത് ലീഗിനും നാഷണൽ യൂത്ത് ലീഗിനും എത്ര കണ്ട് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ നിരീക്ഷണത്തിൽ? അത് എല്ലാ വിഭാഗങ്ങളുടെയും സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ. ഞങ്ങളുടെ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ സംഘടനാ രംഗത്തുണ്ട്. അപ്പോൾ നീലേശ്വരം പഞ്ചായത്ത് അവിടെ എല്ലാ ബഹുഭൂരിപക്ഷം മുസ്ലിം ഫാമിലികളിൽപ്പെട്ട ആളുകളും ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ചെങ്കള പഞ്ചായത്ത്, അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഞങ്ങളോട് ആഭിമുഖ്യം പ്രവർത്തി വരുന്നുണ്ട്. ഒരുപക്ഷെ മുസ്ലിം സംഘടന എന്നുള്ള നിലയിൽ കുറെ കൂടി മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മേഖല എന്നുള്ള നിലയിൽ താരതമ്യേന കുറച്ചുകൂടി ഞങ്ങളെക്കാളും സ്വാധീനം മുസ്ലിം യൂത്ത് ലീഗിൽ ഉണ്ടായിക്കൂടാ എന്നതാണ്. യൂത്ത് കോൺഗ്രസിന് തീർച്ചയായിട്ടും ഒരു മതേതര എല്ലാ മുസ്ലിം ചെറുപ്പക്കാരിൽ ധാരാളം പേരുണ്ടായേക്കും. പക്ഷേ ആ മുസ്ലിം വിഭാഗത്തിന്റെ മെജോറിറ്റി അവകാശപ്പെടുന്ന യൂത്ത് ലീഗിനും നാഷണൽ യൂത്ത് ലീഗിനും എത്ര കണ്ട് ഒരു സ്വാധീനം ഇന്നത്തെ മുസ്ലിം ചെറുപ്പക്കാരിലുണ്ട് എന്നാണ് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം മുൻകാലങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് പുറകോട്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ചെറുപ്പക്കാർ ഭൂരിഭാഗം ആളുകളും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ആത്മബന്ധമോ അല്ലെങ്കിൽ പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന തരത്തിലുള്ള ആളുകളായിരുന്നു. ഇന്ന് അതിൽ നിന്നൊക്കെ കുറച്ച് മാറി മതസംഘടനകളോട് ആഭിമുഖ്യം പുലർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോൾ ഒരുപാട് ജാതീയ സംഘടനകൾ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് മുസ്ലിം വിഭാഗവുമായി അടുപ്പമുള്ള സംഘടനയുടെ ആളുകൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകും. പല പത്രങ്ങളിലും അത് പരസ്യമാണ്. ഒരു സംഘടന 1000 വാർഡുകളിൽ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആകർഷിക്കുന്നതിലേക്കുള്ള ഒരു തടസ്സമാണോ അല്ലെങ്കിൽ ആളുകൾ അങ്ങോട്ട് ആഭിമുഖ്യം പുലർത്തി പോകുന്നതാണോ ഏതോ ഒരു പാളിച്ച നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച മതവിഭാഗത്തിന്റെ ഇടയിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. താങ്കളുടെ ഉത്കണ്ഠ തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് വന്ന ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ എത്രത്തോളം ധ്രുവീകരണം ഈ മേഖലയിൽ നടന്നിട്ടുണ്ടെന്ന്. അതേസമയം ഇപ്പോൾ യുവമോർച്ച BJPയുടെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന യുവജന സംഘടന അവരുടെ ഒരു പ്രവർത്തനം കേരളത്തിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ എന്തെങ്കിലും തരത്തിലൊരു വെല്ലുവിളി ഉയർത്തുന്നതായിട്ട് താങ്കൾ തോന്നുന്നുണ്ട്? ഞങ്ങളുടെ നല്ല ജനപക്ഷത്ത് നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ ചില പ്രയാസങ്ങൾ ഞങ്ങൾ ആ രംഗത്ത് ശോഭിക്കുന്നത് കാണുമ്പോൾ ചില അസഹിഷ്ണുതാപരമായ നിലപാടുകൾ മറ്റു വിഭാഗത്തിൽപ്പെട്ട യുവജന സംഘടനകളിൽ നിന്നുണ്ടാകാറുണ്ട്. അത് ഒരു രംഗത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർപ്പുകൾ ഉണ്ടാകുമെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമല്ല. അതല്ലാതെ വ്യാപകമായ രീതിയിൽ ഞങ്ങളുടെ പ്രവർത്തനമായി മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള സംവിധാനം നിലവിലുണ്ടായിരുന്നു.